പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സാജ് ബ്രദർ, അതുപോലെ പാസ്റ്റർ, എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന വചനങ്ങളെക്കുറിച്ച് സാജ് ബ്രദർ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മൾ ഫർദറായിട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടാണ് കടക്കാനുള്ളത്. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച കാലമൊക്കെ ഓർപ്പിച്ചതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം വളരെ ഡീപ്പായിട്ടുള്ള ഒരു വേദഭാഗമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ഗൈഡൻസോടു കൂടി മാത്രമേ അതിൻ്റെ ഒരു ആഴങ്ങളിലോട്ട് നമുക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയത്തുള്ളൂ. കാരണം യേശു തന്നെ പ്രാർത്ഥിച്ച യേശുവിൻ്റെ തന്നെ ഒരു ഒരു റിപ്പോർട്ട് പോലെയുള്ള ഒരു പ്രത്യേകമായൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ദിവസങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ യേശുവിൻ്റെതായ ആ ഒരു നമ്മുടേതായ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിളായിട്ടുള്ള, ഏറ്റവും മാതൃകയാക്കുവാൻ യെസ് ഹല്ലേലൂയ കൊള്ളാകുന്ന, ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിളാണ് യേശുവിൻ്റെ തന്നെ ഒരു റിപ്പോർട്ടായതുകൊണ്ട് നമ്മൾ ഇത് എത്രത്തോളം നമുക്കത് മനസ്സിലാകുന്നു, അത്രത്തോളം നമ്മുടെ ആത്മീയ ജീവിതത്തിലെ യെസ് ഹല്ലേലൂയ ആ മുന്നോട്ടുള്ള യാത്ര, നിത്യരാജ്യത്തിലേക്കുള്ള യാത്ര നമ്മളെ മാക്സിമം തന്നെ യേശുവിനോട് അനുരൂപമാക്കുന്ന, യേശുവിൻ്റെതായ സിസ്റ്റത്തിൽ തന്നെ നടത്തുന്ന ആ ഒരു പെർഫെക്ഷൻ നമ്മളിത് എത്രത്തോളം മനസ്സിലാകുന്നു അത്രത്തോളം അത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയ ദൈവമക്കളെ എല്ലാവരും, ദൈവം എന്നോട് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ നിയന്ത്രിക്കണമേ, എൻ്റെ ചിന്താഗതികളെ നിയന്ത്രിക്കണമേ എന്ന് യഥാർത്ഥമായി പ്രാർത്ഥിച്ച് തന്നെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അന്ധകാര ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറ്റിക്കളയുന്നു. ഹല്ലേലൂയ. ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ വായിച്ച വേദവാക്യം തന്നെ അതിൻ്റെ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ചില കാര്യങ്ങളോട് നമുക്ക് കടക്കുവാനുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 17-ന്റെ 3-4 വാക്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം ഈ ഒരു വാക്യത്തിൻ്റെ ചില കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ അത് പൂർണ്ണമല്ലായിരുന്നു, അത് കംപ്ലീറ്റ് അല്ല. കാരണം അത് വളരെ ഡീപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചില ശകലങ്ങൾ, ചില കാര്യങ്ങൾ ആണ് നമ്മൾ ഓൾറെഡി നമ്മൾ എടുത്തത്. ഇനിയും നമ്മൾ ആദ്യം നമുക്ക് 4-ാം വാക്യത്തിലോട്ട് ജസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് 3-ാം വാക്യത്തിലോട്ടും പോകേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ 4-ാം വാക്യത്തിൽ യേശു പറയുന്ന ഈ പ്രസ്താവന നോക്കിയേ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലമൊക്കെ നമ്മൾ കണ്ടതാണ്, പഠിച്ചതാണ്. യേശുവിൻ്റെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി, അല്ലെങ്കിൽ യേശുവിൻ്റെ ടാസ്ക് ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ എക്സിക്യൂട്ട് ചെയ്തത്, പിതാവ് യേശുവിൽ വസിച്ചിട്ട് പിതാവിൻ്റെ ഇഷ്ടമാണ് യേശു ചെയ്തുകൊണ്ടിരുന്നത്. യേശു തനിയെ ഒന്നും സംസാരിക്കാതെ യേശു പിതാവിനാൽ തന്നെ പെർഫെക്റ്റായിട്ട് ഗൈഡഡ് ആയിട്ട് യേശുവിൻ്റെ ആ പ്രസ്താവന, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമുക്ക് യഥാർത്ഥമായി മനസ്സിലാക്കുന്നത്, പിതാവ് യേശുവിൽ വസിച്ചിട്ട് പിതാവ് എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചോ അതാണ് യേശുവിലൂടെ നിവർത്തിച്ചത്. ഹല്ലേലൂയ. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. അത് യേശു നമ്മളിലൂടെ എന്ത് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ യേശു നമ്മളിൽ വസിച്ചിട്ട് യേശു ഇവിടെ ആണെങ്കിൽ ഹല്ലേലൂയ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അത് നമ്മളിൽ ഓരോരുത്തരിലൂടെ അത് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതിന് യേശുവിൽ നമ്മൾ അത്രയും വസിക്കേണ്ടത് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്. ഇനി അതിൻ്റെതായ പ്രാക്ടിക്കൽ വശം, അപ്പോൾ ഫ്രം അവർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അതിന് എങ്ങനെയാണ് ഒന്ന് ഒരുങ്ങേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 4-ാം അധ്യായത്തിലോട്ട് വന്നാട്ടെ. 4-ാം അധ്യായത്തിൽ 42
4ന്റെ 42, 43, 44 വാക്യങ്ങൾ വായിക്കാം. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞ് അവന്റെ അരികത്ത് വന്നു. തങ്ങളെ വിട്ടു പോകാതിരിക്കുവാൻ അവനെ തടുത്തു. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു. ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലെ പള്ളികളിൽ പ്രസംഗിച്ചു പോന്നു. ആമേൻ. ഈ ഒരു വേദഭാഗം തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റ് തന്നെ നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം, അതിന്റെ 34 മുതൽ താഴോട്ട് വായിച്ചാട്ടെ. 1:34 മുതൽ താഴോട്ട്. നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേകം ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുക കൊണ്ട് സംസാരിക്കുവാൻ അവയെ സമ്മതിച്ചില്ല. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ശിമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോവുക. ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. അപ്പോ ഈ വേദഭാഗങ്ങൾ നമ്മൾ 2 ഭാഗത്തു നിന്ന് വായിച്ചു. ആ 2 ഭാഗത്തെ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കുവാൻ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ യേശുവിന്റെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുവിന്റെ തന്നെ ആ ഡിക്ലറേഷൻ, പിതാവേ അങ്ങ് എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. അപ്പോൾ ആ പ്രവൃത്തി തികച്ചാൽ യേശു ആക്ട് ചെയ്ത, നമ്മളെ കാണിച്ചു തരുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന വിധമാണ് നമ്മളിവിടെ കണ്ടത്, ഇവിടെ വായിച്ചത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് നിർജ്ജന സ്ഥലത്തേക്ക് പോയി. ഹല്ലേലൂയ. പുരുഷാരം അവനെ തിരഞ്ഞ് അവന്റെ അരികിലത്ത് വന്നു. തങ്ങളെ വിട്ടുപോവാതിരിപ്പാൻ അവനെ തടുത്തു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, നമ്മൾ ആ 2 വേദഭാഗവും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അതായത് യേശുവിന്റെ പ്രസ്താവന എന്താണ്? പിതാവേ അങ്ങ് എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, യേശു യേശുവിൻ്റെ ശുശ്രൂഷയുടെ പരിപാടി തുടങ്ങുന്നത് തന്നെ പ്രാർത്ഥനയിലാണ്. അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസവും അത് പറഞ്ഞതാണ്. പ്രാർത്ഥനയിലാണ് അതിൻ്റെ ശുശ്രൂഷയുടെ പരിപാടി തുടങ്ങുന്നത് തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കാണുന്നത്, ഹല്ലേലൂയ, ഒരു ഒരു വ്യക്തമായ ഒരു 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 ആഴത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഈ ഒരു വേദഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. അതായത് ശ്രദ്ധിക്കണേ, യേശു ഓൾറെഡി ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കുന്നു. അവിടെ യേശു വളരെ ശക്തമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. അനേകർ സൗഖ്യമാവുന്നു, ഭൂതങ്ങൾ വിട്ടു മാറുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ്? അതായത് യേശു തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ പുരുഷാരം അവനെ തിരഞ്ഞ് അവൻ്റെ അരികത്ത് വന്നു തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ അവനെ തടുത്തു. മർക്കോസിൽ ഈ ശിമോൻ പത്രോസും കൂടെ അവർ വന്ന് അന്വേഷിച്ചപ്പോൾ അവർ വിളിക്കുന്നു. അവർ എന്തിനാ വിളിക്കണേ? അവിടെ താമസിക്കുക, അവിടെ ഞങ്ങളുടെ കൂടെ പാർത്തിട്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് നിൻ്റെ ശുശ്രൂഷ ആവശ്യമുണ്ട്. ഓക്കെ, അത് അങ്ങനെ ഒരു കാര്യം. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, യേശു എന്താണ് പറഞ്ഞത്? യേശു പറഞ്ഞു, അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിൽ ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് യേശു വളരെ കീനായിട്ടും വളരെ സ്പെസിഫിക് ആയിട്ടും പറയാണ്, എനിക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണം. അത് നമ്മളെ പഠിപ്പിക്കുന്നത്, അതായത് നമ്മളുടെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നമ്മുടേതായ ലൈഫിലോട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ, നമുക്ക് ഈ നമ്മുടെ ജോലി, നമ്മൾ ജോലിയിൽ ഉള്ള വ്യക്തികളാണെന്ന് വിചാരിക്കുക. പലരും ജോലിയിലാണല്ലോ, മിക്കവാറും എല്ലാവരും ജോലിയിലാണ്. അപ്പോൾ ഓരോ ദിവസത്തെ ഡ്യൂട്ടി
വളരെ വ്യക്തമായി നമുക്കറിയാം. ഈ ഡ്യൂട്ടി ഉള്ള ഒരു വ്യക്തിയും ഇപ്പൊ വേറൊരാൾ വന്ന് പറഞ്ഞു, എന്നാ കുറച്ച് ഐ മീൻ ഇന്നും കൂടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് നേരം കൂടെ അല്ലെങ്കിൽ ഇന്നിപ്പോ പോണ്ട, അതൊന്നും പറഞ്ഞാൽ ഡ്യൂട്ടിയിൽ നടക്കത്തില്ലല്ലോ, ജോലിയിൽ നടക്കത്തില്ല. വളരെ സ്പെസിഫിക് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അല്ലേ? നമ്മുടെ ലോകപരമായിട്ടുള്ള നമ്മുടെ എല്ലാ ടാസ്കും വളരെ സ്പെസിഫിക് ആണ്. ഇവിടെ അതും നോക്കിയേ, യേശുവിന്റെ വർത്താനം നോക്കിയേ, യേശുവിന്റെ ആ പ്രസ്താവനകൾ നോക്കിയേ. അത് നമ്മൾ ഈ ലോകത്ത് നമ്മൾ ഈ ഡ്യൂട്ടിയുടെ കാര്യമോ ജോബിന്റെ കാര്യമോ, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇതാ എൻ്റെ ഷിഫ്റ്റ്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് തന്നെ പോകണം, ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ നമ്മുടെ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ എങ്ങനെ നമ്മൾ പറയുന്നോ അതേപോലൊരു പ്രസ്താവനയല്ലേ യേശു ഇവിടെ പറഞ്ഞത്. അത് പ്രസ്താവന പറയുക മാത്രമല്ല, യേശു അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? പ്രിയ മക്കളെ, പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി എന്നോടൊരു കാര്യം പഠിപ്പിച്ചായിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ദൈവിക കാര്യം വരുമ്പോൾ ദൈവിക കാര്യത്തിൻ്റെ ആ ആക്യുറസി, ആ വ്യക്തമായ ഗൈഡൻസ്, വ്യക്തമായ ധാരണ നമുക്ക് പ്രാക്ടിക്കലി കിട്ടാതെ വരുമ്പോൾ, ഒരു ഉറപ്പില്ലാതെ വരുമ്പോൾ, ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വലിയ ഉറപ്പില്ലാതെ വരുന്ന അവസ്ഥ, അതാണ് കൂടുതലും വിശ്വാസികൾ എക്സ്പീരിയൻസ് ചെയ്യണത്. പക്ഷേ ഈ വേദവാക്യത്തിലും യേശുവിൻ്റെ മിനിസ്ട്രിയിലും അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒക്കെ മിനിസ്ട്രിയിലും, അതുപോലെ തന്നെ പഴയ നിയമത്തിലെ പല മേഖലകളിലും പല ദൈവിക ഇന്റർവെൻഷനിലും നമ്മൾ ഈ അൺസർട്ടനിറ്റി കാണത്തില്ല. നമ്മൾ കാണുന്നത് ഹല്ലേലൂയ പക്ക സെർട്ടനിറ്റിയാണ്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനും സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനുമാണ്. ഹല്ലേലൂയ. യെസ്, ഇത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ ചോദിച്ച കാര്യമാണ്, ദൈവമേ ഇതിങ്ങനെയാണ് കാരണമെങ്കിൽ, ഇങ്ങനെയാണ് സത്യമെങ്കിൽ എനിക്കത് വേണം, എനിക്കത് വേണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നിങ്ങളും കൂടെ അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആത്മാർത്ഥമായി അത് പ്രാർത്ഥിച്ചാൽ, ദൈവമേ എനിക്കും ഹല്ലേലൂയ ഇത്ര സ്പെസിഫിക് ആയിട്ട് അങ്ങയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് വേണം. ഞാൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ചെയ്യേണ്ട കാര്യങ്ങൾ, ചലിക്കേണ്ട കാര്യങ്ങൾ, എൻ്റെ വഴിയെക്കുറിച്ചുള്ള വ്യക്തത എനിക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്ന് ഹല്ലേലൂയ ആവശ്യബോധത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ എന്തോ ഒന്ന് വരുന്നത് മാതിരി, ഹല്ലേലൂയ ഒരു പുതിയൊരു ആത്മാവ് വരുന്നത് മാതിരി, ഒരു പുതിയൊരു കാര്യം വരുന്നത് മാതിരി എനിക്കത് ഫീൽ ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ബൈബിളിന്റെ സിസ്റ്റം പഴയ നിയമം നോക്കിയാലും പുതിയ നിയമം നോക്കിയാലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഹല്ലേലൂയ നടത്താമെങ്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ അത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ് ടീച്ച് യു ദ വേ ഇൻ വിച്ച് യു ഷുഡ് ഗോ, ഹല്ലേലൂയ എന്ന് എഴുതിയിരിക്കുന്ന ആ വേദഭാഗം, ഹല്ലേലൂയ അതങ്ങനെ തന്നെ. ഹല്ലേലൂയ അവിടുത്തെ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തെ നോക്കി നമ്മൾ അമ്പെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ കല്ലെറിയുന്നത് പോലെയോ ആ ലക്ഷ്യത്തെ ടാർജറ്റ് ചെയ്തിട്ട് ഹല്ലേലൂയ അതിനകത്ത് എഴുതി വിടുന്നത് പോലെയുള്ള അത്ര സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, ഹല്ലേലൂയ ആ പത്രോസിനോട് പറഞ്ഞു, ഹല്ലേലൂയ നീ ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കാണുന്ന മീനിന്റെ വായിൽ എനിക്കും നിനക്കുമുള്ള ചതുർദ്രഹ്മ പണമുണ്ട്. ഹല്ലേലൂയ അത്ര സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഹല്ലേലൂയ യേശു പറഞ്ഞുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു തള്ളയോട് കൂടെ കെട്ടിയിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയെ കാണും. ഹല്ലേലൂയ അതിനെ അഴിച്ച് കൊണ്ടുപോവാ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ പറ
എന്ന് പറഞ്ഞ് യെസ് ഹല്ലേലൂയ അത്ര സ്പെസിഫിക് ആയിട്ട് ഇതൊരു കഥപുസ്തകമല്ല, ഒരു പുകമറയല്ല, യെസ് അല്ല അൺസർട്ടനിറ്റി അല്ല. യെസ് ഇഫ് യു ഫീൽ സച്ച് തിങ് ഹല്ലേലൂയ ഇറ്റ് ഈസ് അവർ ലിമിറ്റേഷൻ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാ മതി, അത് പോരാന്ന് പറയണം ഹല്ലേലൂയ. ഇഫ് വി ഹാവ് സംതിങ് ഹല്ലേലൂയ ആൻഡ് വി ആർ നോട്ട് ക്ലിയർ ഹല്ലേലൂയ, നമുക്കത് ഉറപ്പില്ല, നമുക്കൊരു സംശയമാ, യെസ് എഴുന്നേക്കരുത്, പ്രാർത്ഥന നിർത്തരുത്, ദൈവമേ അത് പറ്റത്തില്ല, ഐ നീഡ് എ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഫ്രം യു എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ദൈവം അത് തരും ഹല്ലേലൂയ. ഹല്ലേലൂയ അതാണ് നമുക്കത് വേണം ഹല്ലേലൂയ. അല്ലാതെ ഒരു 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 അഡ്ജസ്റ്റ്മെന്റ് വരുമോന്നും ഹല്ലേലൂയ. യെസ് ഈ ലോകത്തിലെ സിസ്റ്റം പോലും ഹല്ലേലൂയ ബോസിന് യെസ് വ്യക്തമായി ഹല്ലേലൂയ തന്റെ സബോർഡിനേറ്റിന് കൊടുക്കാമെങ്കിൽ യെസ് ആമേൻ അത് പോട്ടെ ഹല്ലേലൂയ. ഒരു ഇടയന് ഹല്ലേലൂയ വ്യക്തമായി തന്റെ ആടിന് വ്യക്തമായ ഒരു ഡയറക്ഷൻ കൊടുക്കാമെങ്കിൽ ഹല്ലേലൂയ യെസ് സർവത്തെയും ഉളവാക്കിയ യെസ് നമ്മുടെ യേശു അപ്പന് ഹല്ലേലൂയ. ദൈവത്തിന്റെ സിസ്റ്റം അങ്ങനെ തന്നെയാ ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്, സെക്കൻഡ്ലി വി ആർ നോട്ട് പ്രേയിങ് ഫോർ ഇറ്റ് ഹല്ലേലൂയ. യെസ് ഇപ്പോൾ ഇന്ന് മുതൽ ആ ഒരു യെസ് ആമേൻ ആ കൺഫ്യൂഷൻസ് മാറ്റണം. ഇറ്റ് ഈസ് അവർ ലിമിറ്റേഷൻ. ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് അക്യുറസി ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഹല്ലേലൂയ യെസ് വി ഹാവ് ടു പ്രേ ഗോഡ് ദാറ്റ് ഇസ് നോട്ട് ഇനഫ്. എനിക്കിത് പോരാ, എനിക്ക് വ്യക്തമായ ഗൈഡൻസ് വേണം, ഞാൻ എന്ത് ചെയ്യണം ഹല്ലേലൂയ. എൻ്റെ ആത്മീയ ഭൗതിക ശാരീരിക മാനസിക കുടുംബപരമായ സാമൂഹ്യപരമായ സാമ്പത്തികപരമായ യെസ് ഹല്ലേലൂയ എൻ്റെ ഓരോ കാര്യത്തിലും ഹല്ലേലൂയ യെസ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഹല്ലേലൂയ അപ്പനോടൊന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അത് കിട്ടാൻ വേണ്ടി തന്നെ ചോദിക്കണം, ആൻസർ കിട്ടണം, വ്യക്തമായ ഗൈഡൻസ് കിട്ടണം. യെസ് ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ അങ്ങനെ ഗൈഡൻസ് കിട്ടി തന്നെ മുന്നോട്ട് പോകണം ഹല്ലേലൂയ. പ്രത്യേകിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിയും അല്ലെങ്കിൽ അവൻ്റെതായ ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആ അസൈൻമെന്റിലായിരിക്കുമ്പോൾ ഓൾറെഡി ഹല്ലേലൂയ യെസ് ആമേൻ ഹല്ലേലൂയ ആ ഒരു പർട്ടിക്കുലർ ടാസ്കിലായിരിക്കുമ്പോൾ അതുകൊണ്ടാണ് വളരെ വ്യക്തമായി പറഞ്ഞത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി യെസ് കാണിച്ചിരും, ദൃഷ്ടി വെച്ച് നിന്റെ മേൽ ആലോചന പറഞ്ഞ് നൽകും അപ്പൊ നമ്മളത് ശരിക്കും എടുക്കണം, ലിറ്ററലി തന്നെ എടുത്തോണം ഹല്ലേലൂയ. ഇതെനിക്ക് വേണം, ഇങ്ങനത്തെ തന്നെ, എനിക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പോരാ, ഓ അത് അങ്ങനെ ആയെങ്കിൽ കൊള്ളാം, നോ അങ്ങനൊന്നും ഇടപാടില്ല. നമുക്ക് അത്രയും ലെവലിൽ ഹൈ ലെവലിൽ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടാൽ ആഗ്രഹിച്ചാൽ പ്രാർത്ഥിച്ചാൽ കിട്ടും ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് എന്നെ അത് വ്യക്തമായി പഠിപ്പിച്ചൊരു കാര്യമാണ്. ഇറ്റ് ഈസ് അവർ ലിമിറ്റേഷൻ. നമ്മൾ വിട്ടുകളയുന്നത് അല്ലെങ്കിൽ നമ്മൾ അത്രയും ലെവലിലോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്നും അല്ലെങ്കിൽ ഫർദറായിട്ട് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചോദിക്കാത്തത് നമ്മുടെ പ്രശ്നമാണ്. ചോദിച്ചു കൊള്ളണം ഹല്ലേലൂയ. ബൈബിൾ ത്രൂ ഔട്ട് അങ്ങനെയാണ് കാണുന്നത് ഹല്ലേലൂയ. ഒരു അൺസർട്ടനിറ്റിയും ഇല്ല. യെസ് ഹല്ലേലൂയ. അതുപോലെ പ്രവാചകനൊക്കെ ആ യാഗം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ യെസ് ഹല്ലേലൂയ ആ ആ യാഗപീഠമൊക്കെ പണിയുമ്പോൾ ഹല്ലേലൂയ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, എപ്പോ ചെയ്യണം ഹല്ലേലൂയ വ്യക്തതയുണ്ടായിരുന്നു ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്കും വ്യക്തത വേണം, നമ്മുടെ ജീവിതത്തിന് വ്യക്തത വേണം. വ്യക്തത കിട്ടിയേ പറ്റൂ ഹല്ലേലൂയ. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങൾക്കാണ് വ്യക്തത വരുന്നത് അല്ല. നമുക്ക് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലെ 23-ാം വാക്യം ഒന്ന് ജസ്റ്റ് വായിച്ച് ഞാൻ അവിടെ ഒരു കാര്യം കൂടി കാണിക്കാം. 22-ാം വാക്യം. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. മതി ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ വായിച്ച കാര്യം യേശു ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ തന്നെ പത്രോസിന്റെ മേൽ സാത്താൻ അത്ര അധികമായി പ്രവർത്തിച്ചിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ ഒന്ന് നോക്കിയേ. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി. പ്രിയ മക്കളെ, നമ്മളൊക്കെ നമ്മുടെ സുഹൃത്തിനെയോ അല്ലെങ്കിൽ ആരെങ്കിലുമോ വിളിച്ച് വേറിട്ട് കൊണ്ടുപോയി സ്വകാര്യമായിട്ട് ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ, അതായത് നമുക്ക് അല്ലാതെയും പറയാം, എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയാം,
അങ്ങനൊന്നും പറയാതെ അവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് സ്വകാര്യമായിട്ടൊക്കെ വേറിട്ട് കൊണ്ടുപോയി സംസാരിക്കണമെങ്കിൽ ഒന്നാമത് ആ കാര്യം എത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. രണ്ടാമത് ആ കാര്യത്തെക്കുറിച്ച് നമുക്കുള്ള വ്യക്തത എന്തോരായിരിക്കും. നമുക്കത് അത്ര ഉറപ്പുണ്ടായിട്ടല്ലേ ഒരു കാര്യം പറയണേ, അല്ലേ? പ്രിയ ദൈവമക്കളെ, പത്രോസിനെ നോക്ക്. ലുക്ക് അറ്റ് ദാറ്റ് പീറ്റർ. സാത്താൻ അവന്റെ തലയെ എത്രത്തോളം ഡിഫൈൻ ചെയ്തു നോക്കിയേ. അവന്റെ ചിന്താഗതിനെ, അവന്റെ നമ്മൾ ഈ പറയുന്ന വലിയ ബുദ്ധീനെ, ഹല്ലേലൂയ, അവനെ അത്ര കൺവിൻസ് ചെയ്തില്ലേ സാത്താൻ. യേശുവിനെ വേറിട്ട് കൊണ്ടുപോയിട്ട് ഉപദേശിക്കാൻ പാകത്തിന് അതിന്റെ പുറകിൽ നടന്ന പ്രോസസ്സ് നോക്കിയേ. അപ്പൊ സാത്താൻ അവനെ എത്ര കറക്റ്റായിട്ട് കൺവിൻസ് ചെയ്തു. ആമേൻ. ഒരു വശത്ത് യേശു നമ്മളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയിലൂടെ, എനിക്ക് ചെയ്യേണ്ട കാര്യം വ്യക്തമായി എനിക്ക് അറിയാമെന്ന് പറയേണ്ട സ്ഥാനത്ത്, ഹല്ലേലൂയ, ദുഷ്ടപിശാച്, ഹല്ലേലൂയ, ഇവനെ കൊണ്ടുപോയി പത്രോസിനെയാന്ന് ഓർക്കണം, ശിഷ്യനെയാന്ന് ഓർക്കണം, ആമേൻ, ഇത് ദൈവപുത്രൻ എന്ന് അറിയുന്നവനെ തന്നെ ഉപയോഗിച്ചിട്ടാന്ന് ഓർക്കണം. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, അതുകൊണ്ടാണ് ആ ദുഷ്ടപിശാചിനെ ആമേൻ നിലയ്ക്ക് നിർത്തിക്കോണം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടയ്ക്ക് അവിടെ ഇവിടേക്ക് ആയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ആമേൻ, ആ റൂളിംഗ് സ്പിരിറ്റ് ഉണ്ട്. ആ എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ആ റൂളേഴ്സ് ഉണ്ട്. ആ റൂളേഴ്സ് തുടക്കമിടണേ. സാത്താൻ ഒരു ഐഡിയ കൊണ്ടുവരുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തോണം. പിന്നെ ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യാൻ അനുവദിക്കരുത്. ആ ദുഷ്ടപിശാചിന്റെ ആ ഐഡിയ കൊണ്ടുവരുമ്പോ തന്നെ യേശുവിന്റെ നാമത്തിൽ അതിനെ പൂട്ടിക്കണം. മാത്രം ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഈ സാധനം വരാതിരിക്കാൻ വേണ്ടി അവിടെ തന്നെ ഞാൻ ആ ചർച്ചിലാന്ന് തോന്നുന്നു സാക്ഷ്യം പോലെ പറഞ്ഞത്. അതായത് ഈ പറയുന്ന എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലെ സർവായുധ വർഗം എന്ന് പറഞ്ഞ് ചുമ്മാ എപ്പോഴും ഇരിക്കുമ്പം അങ്ങനൊന്നും സംഭവിക്കാൻ അങ്ങനെ പാടില്ല. അതല്ല അതിന്റെ സിസ്റ്റവും അതല്ല. ശരിക്കും പറഞ്ഞാൽ അതിന്റെ സിസ്റ്റം അതല്ല. കാരണം നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശക്തമായി, വളരെ ആവശ്യബോധത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് ഈ സാത്താനെ മാറ്റി നിർത്തുക എന്നുള്ളത്. ദൈവമേ, പരീക്ഷയിൽ എന്നെ അകപ്പെടുത്തല്ലേ, എൻ്റെ മണ്ഡലങ്ങളെ, എൻ്റെ റെസ്പോൺസിബിലിറ്റി മേഖലകളെ, എൻ്റെ ആൾക്കാരെ, എൻ്റെ അതായത് അധികാര പരിധിയിൽ വരുന്ന മേഖലകളിൽ കയറി കളിക്കാൻ സാത്താൻ അനുവാദമില്ല. യേശുവെ, നീ അത് മാറ്റിയേ പറ്റൂ. മാത്രമല്ല, യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തിയെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അന്ധകാര ശക്തിയെ മാറ്റി തന്നെ നിർത്തണം. ഇവിടെ എന്താ പ്രശ്നം? നമ്മളെ പ്രാക്ടിക്കൽ പ്രശ്നം നമ്മൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? ഇത് എൻ്റെ പേഴ്സണൽ അനുഭവം കൂടാണ്. ശരിക്കും യേശു ഡിസൈൻ ചെയ്തിരിക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാത്താൻ എന്നുള്ള ഒരു ഇടപാട് നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടാവാനേ പാടില്ല. നമ്മുടെ കുടുംബത്താട്ടെ, നമ്മുടെ ജോലി മണ്ഡലങ്ങളിലാട്ടെ, നമ്മൾ ചെയ്യുന്ന ഇടപാടുകളിലാട്ടെ അന്ധകാര ശക്തി പാടില്ല. അത് രാവിലെ തന്നെ പൂട്ടിക്കോണം. അന്ധകാര ശക്തി അനങ്ങാൻ സമ്മതിക്കുന്നില്ല. ഏതെങ്കിലും വ്യക്തികളിലോ ഏതെങ്കിലും മേഖലകളിലോ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ മാറ്റിക്കൊള്ളണം. ഹല്ലേലൂയ. ആമേൻ. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, സാത്താൻ എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ ഒരു മേഖലകളിലോ പ്രവർത്തിക്കുന്നത്? പാപം ഇല്ലാതെ, അല്ലെങ്കിൽ സാത്താന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, നമുക്കെതിരായി ചെയ്യണമെങ്കിൽ അവിടെ സാത്താന് പ്രവർത്തിക്കാൻ പാകത്തിനുള്ള സാഹചര്യം വേണം. പാപം വേണം, അല്ലെങ്കിൽ ലംഘനങ്ങൾ വേണം, അശുദ്ധികൾ വേണം. സാത്താന് ഗ്രൗണ്ട് വേണം. സാത്താൻ ഒരു വ്യക്തമായ അവകാശവാദം സ്ഥാപിക്കണമെങ്കിൽ ഗ്രൗണ്ട് വേണം. അത് എന്തിനാ റൂളിങ്, എന്തിനാ ഈ നമ്മുടെ തലയിൽ ഓരോ തോന്നിപ്പിക്കുന്നത്? എന്തിനാണെന്നറിയാവോ? നമ്മളെ ആ തോന്നലും കൊണ്ട് തെറ്റിക്കാനാണ് തോന്നണേ. വൺസ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ദൈവം തന്നെ നമ്മളോടത് ആത്മാർത്ഥമായി പാപത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായി ഏറ്റു പറഞ്ഞിട്ട് ദൈവം തന്നെ അന്ധകാര ശക്തിനെ എടുത്ത് മാറ്റണം. പിന്നെ ഈ പാപത്തിൽ ഇരിക്കുമ്പോൾ ശാസിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഓൾറെഡി അവന്റെ പിടിത്തത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ സാത്താനെ ശാസിച്ചാൽ സാത്താൻ പോകുന്നില്ല. അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. പാപത്തിൽ അകപ്പെട്ടോ, വീണു പോയോ, വേറെ ഒരു മാർഗവുമില്ല, നെടുമ്പാട് വീഴുക. ഹല്ലേലൂയ. ആ യോഹന്നാന്റെ
ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ അവൻ്റെ രക്തം കൊണ്ട് പറ്റും. പക്ഷെ നമ്മൾ അവനോട് പറഞ്ഞാൽ മതി. ഉള്ള കാര്യം ഉള്ളതുപോലെ ദൈവമേ ഞാൻ വീണുപോയി. എന്നെ രക്ഷിക്കണം. ഞാൻ ഹല്ലേലൂയ ആമേൻ വീണുപോയി. എന്നെ രക്ഷിക്കണം, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തരണേ. അവൻ അവിടുന്ന് അന്ധകാര ശക്തിനെ എടുത്ത് യേശു തന്നെ പറിച്ചു കളഞ്ഞോളൂ. യേശുവേ എന്നെ ഈ ദുഷ്ടങ്ങളിൽ നിന്ന് വിടിവിക്കണമേ, വീണ്ടും അങ്ങനെ ട്രാക്കിലാക്കണമേ എന്ന് ആത്മാർത്ഥമായി പറയാൻ തയ്യാറാണോ? അവൻ റിസ്റ്റോർ ചെയ്യും നമ്മളെ. അവൻ നമ്മളെ കറക്റ്റായ ട്രാക്കിലാക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, സപ്പോസ് നമ്മുടെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, നമ്മുടെ എല്ലാ മണ്ഡലങ്ങളെ, നമ്മുടെ അണ്ടറിലുള്ള ആൾക്കാരെ ഓർത്ത്, കാര്യങ്ങളെ ഓർത്തൊക്കെ പ്രാർത്ഥിക്കണം, അന്ധകാര ശക്തി വരാതിരിക്കണം. അപ്പൊ എൻ്റെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, ഞാൻ പ്രാക്ടിക്കൽ കേസാണ് പറയുന്നത്. ഇവര് പാപം ചെയ്തിട്ടുണ്ടെങ്കിലോ ഉറപ്പായിട്ടും പാപം ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയത്തില്ല. നമ്മുടെ കാര്യമല്ലേ നമുക്കറിയുള്ളൂ. പക്ഷേ അങ്ങനെ പാപം വന്നാലും ഹല്ലേലൂയ, ഞാൻ ഒരു ബുദ്ധി ഉപദേശം ദൈവം എന്നെ പഠിപ്പിച്ചതിൽ നിന്ന്, വചനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെന്നൊരു കാര്യം പറയാം. ആ ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ, നെഹമ്യാവ് പ്രാർത്ഥിച്ച പോലെ, ദൈവമേ എൻ്റെ മണ്ഡലങ്ങളിലുള്ള സകല വ്യക്തികളുടെയും പാപം ക്ഷമിക്കണം, എൻ്റെ കുടുംബാംഗങ്ങളുടെ പാപം ക്ഷമിക്കണമേ, എൻ്റെ ഹല്ലേലൂയ എൻ്റെ സഭാംഗങ്ങളുടെ പാപം ക്ഷമിക്കണം. നമ്മുടെ അധികാര പരിധിയിലുള്ള എന്ത് ഇടപാടാണോ അവരുടെ മുഴുവൻ പാപവും ശാപവും അവർക്ക് വേണ്ടി നമ്മൾ ഏറ്റുപറഞ്ഞാൽ അത് വാലിഡ് തന്നെയാണ്. നമ്മളൊരു ശിഷ്യനായിരിക്കുന്നിടത്തോളം കാലം, അവൻ്റെ മകനായിരിക്കുന്നിടത്തോളം കാലം, ഇവര് നമ്മുടെ അധികാര പരിധിയിലിരിക്കുന്നിടത്തോളം കാലം, നമ്മൾ ആത്മാർത്ഥമായി പറഞ്ഞാൽ ദൈവം അവരുടെ പാപം കണക്കിടില്ല. അങ്ങനെ പാപം ഏറ്റു പറഞ്ഞിട്ട് ഹല്ലേലൂയ അവരുടെ ശാപവും യേശുവിന്റെ ക്രൂശി കൊടുത്തിട്ട് ആമേൻ യേശുവിനോട് പറ, അന്ധകാര ശക്തിയെ മാറ്റ്. ആമേൻ എനിക്ക് ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് എനിക്ക് ദൈവമേ അങ്ങയുടെ ഉദ്ദേശം എന്താ, അത് രാവിലെ യേശു നമ്മൾ കുറച്ചു മുമ്പ് വായിച്ചതുപോലെ യേശുവിനോട് തന്നെ ചോദിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അന്ധകാര ശക്തിയെ മാറ്റി നിർത്തണം. അപ്പൊ ഞാൻ ദൈവനെ പഠിപ്പിച്ച ഒരു കേസാണ്. നമ്മളൊരു ക്രിസ്ത്യൻ, ഒരു യഥാർത്ഥ ഒരു വിശ്വാസിയാണെങ്കിൽ 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, അന്ധകാര ശക്തികളെ മാറ്റി നിർത്തിക്കോണം. സാത്താൻ നമ്മുടെ ഇടപാടിൽ, നമ്മുടെ മേഖലകളിൽ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, നമ്മുടെ ആൾക്കാരിൽ പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. മാറ്റി നിർത്തിക്കൊള്ളണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ദൈവത്തിൽ നിന്ന് വ്യക്തമായ ആലോചന, വ്യക്തമായ ഡയറക്ഷൻ ദൈവത്തിൽ നിന്ന് ചോദിച്ചാൽ കിട്ടും. ആ വ്യക്തമായ ഡയറക്ഷൻ, വ്യക്തമായ ആലോചനയിൽ വ്യക്തമായിട്ട് വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, ദൈവമേ അങ്ങ് ഇത്രയും കാര്യം എന്നോട് പറഞ്ഞു, എന്നെ ഇത് ചെയ്യാൻ സഹായിക്കണം, എനിക്കതിനുള്ള സകല കഴിവ് നൽകണം, എന്നെ കപ്പാസിറ്റേറ്റ് ചെയ്യണം, എന്നെ അനോയിന്റ് ചെയ്യണം, എനിക്കതിനുള്ള ആത്മാവിനെ നൽകണം, എനിക്കുള്ള കപ്പാസിറ്റി നൽകണം, എനിക്കതിനുള്ള ബുദ്ധി, വിവേകം, ജ്ഞാനം നൽകണം, എന്തൊക്കെയാണ് വേണ്ടെന്ന് വെച്ചാൽ അതിനുള്ളത് മുഴുവൻ നൽകണം, അതിനുള്ള സാഹചര്യം നൽകണം, അതിന് അങ്ങനെ ദൂതനെ അയക്കണം, അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ഹല്ലേലൂയ നമ്മൾ അനോയിന്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റും. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം. യേശുവിൻ്റെ ഇടപാടൊക്കെ നമ്മൾ നോക്കുമ്പോൾ യേശുവിൻ്റെ ടാസ്കിൽ മൊത്തം ഷെഡ്യൂൾഡ് ആയിരുന്നു. അതായത് ഈ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അന്നത്തെ ദിവസം ഫുള്ളി നമ്മൾ ഉറങ്ങുന്ന സമയം വരെയുള്ള ഫുൾ ടാസ്ക് ദൈവം തരും. എനിക്കൊക്കെ അനുഭവമുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് കിട്ടും, മൊത്തം കിട്ടും. ശരിക്കും പറഞ്ഞാൽ അത് ആത്മീയവും ഭൗതികവും ഒക്കെ വരും അതിനകത്ത്. നമ്മൾ ചെയ്യേണ്ടത് എല്ലാ കാര്യവും ദൈവത്തിന് അറിയാവുന്ന, ദൈവത്തിനല്ലേ ബുദ്ധി. ദൈവം ഉള്ള കേസിൽ നമ്മുടെ കൺഫ്യൂഷൻ, ദൈവം ഇങ്ങനെയൊക്കെ പറയുമോ? ദൈവം പറയും. ദൈവം വ്യക്തമായി തരും, വ്യക്തമായ ഡയറക്ഷൻ കിട്ടണം. ആ ഒരു ലെവലിലോട്ട് നമ്മൾ ആത്മാവിന്റെ അവസ്ഥയെ അപ്ലിഫ്റ്റ് ചെയ്ത് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ, അല്ലേ, ഞാൻ വിശ്വസിക്കുന്നു ഈ വചനങ്ങൾ കേൾക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒരു കോൾഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. യു ആർ ചൂസൺ ജനറേഷൻ, സ്പെസിഫിക് ആയിട്ടുള്ള ഹല്ലേലൂയ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വളരെ കാര്യങ്ങൾ ചെയ്യാനുള്ളവരാണ്. വെറുതെ ഒന്നും ഈ വചനം കേൾക്കത്തില്ല. ഹല്ലേലൂയ.
ആമേൻ. ഹല്ലേലൂയ. ദൈവത്തോട് ചോദിച്ചു നോക്കി, ദൈവമേ, യെസ് ഹല്ലേലൂയ, എന്നെ യൂസ് ചെയ്യണമേ. യെസ്, ഐ ആം റെഡി ഫോർ യുവർ വർക്ക്. യുവർ സെർവന്റ് ഈസ് ലിസണിങ്. ഹല്ലേലൂയ. ആ ശൗമേൽ ബാലൻ, യെസ് ആമേൻ, ഹല്ലേലൂയ, ചോദിച്ചതുപോലെ അത്രയും മാത്രമേ ചോദിച്ചുള്ളൂ. ഹല്ലേലൂയ. ശൗമേൽ ബാലന് യെസ് ആമേൻ 4-ാമത്തെ വട്ടം ശൗമേൽ ബാലൻ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ. യെസ്, ദൈവമേ അരുളി ചെയ്യണമേ. യെസ്, അടിയൻ ഇതാ അടിയൻ കേൾക്കുന്നു. യെസ്, ആർ വി റെഡി ടു ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അരുളി ചെയ്യണമേ. യെസ് ആമേൻ, അടിയൻ ഇതാ അടിയൻ കേൾക്കുന്നു. ഹല്ലേലൂയ. യെസ് ഹല്ലേലൂയ. യെസ്, പ്രിയ ദൈവമക്കളെ, നമ്മളെപ്പോഴും ഒരു കാര്യം ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട കേസ് ഇതാണ്. യെസ് ആമേൻ. അതായത് യേശു അല്ലെങ്കിൽ ദൈവം ഓഡിബിൾ വോയിസിൽ നമ്മളോട് പറയും. അങ്ങനെ ഒത്തിരി പേരിങ്ങനെ ഒരു പരിഹാസ രൂപേണൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവം ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുവോ? ദൈവം എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കേസാണ്. ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം. അല്ലെങ്കിൽ എന്നെ എന്നെ എൻ്റെ 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 ബുദ്ധിമണ്ഡലത്തെ അല്ലെങ്കിൽ എന്നെ പ്രകാശിപ്പിച്ച ഒരു കാര്യമാണ്. പ്രിയ ദൈവങ്ങളെ, പട്ടിക്ക്, പൂച്ചയ്ക്ക്, കഴുതയ്ക്ക്, കന്നാലിക്ക്, കോഴിക്ക് പോലും തൻ്റെ യജമാനൻ വിളിച്ചാൽ കേൾക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ വലിയ ഒരു 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 അറഗൻറ്റിൽ ഒരു ആറ്റിറ്റ്യൂഡിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ദൈവം ഓഡിബിളായിട്ട് പറയുമോ? എൻ്റെ പൊന്ന് ദൈവമക്കളെ, യെസ് ഹല്ലേലൂയ. നമ്മൾ കോഴിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്താ? ഇംഗ്ലീഷിലാണോ, മലയാളത്തിലാണോ, ഹിന്ദിയിലാണോ? തിരിച്ചു ചോദിക്കുക. ദൈവം എൻ്റെ അതായത് നമ്മൾ പൂച്ചേനെ വിളിക്കുന്നത് എങ്ങനെയാ? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു ആടും ഒരു ഇടയനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഏത് ഭാഷയിലാ? ഹിന്ദിയിലാ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാ, അല്ലെങ്കിൽ മലയാളത്തിലാ? നമ്മുടെ ഭാഷയിൽ നമുക്കറിയുള്ളൂ. അതിനൊരു ഭാഷയുണ്ട്. പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാൻ ഒരു ഭാഷയുണ്ട്. വ്യക്തമായി നമുക്ക് തെളിച്ചു തരും. ഹല്ലേലൂയ. അത് ഏത് മാർഗത്തിലാണെന്ന് ദൈവം നിശ്ചയിക്കും. പക്ഷെ നമുക്ക് ആ ഇൻസ്ട്രക്ഷൻസ് കിട്ടണം. ഒന്നിൽ ഒരു പക്ഷേ എന്നോട് പലപ്പോഴും ആമേൻ എന്നോട് ഇടപെടുന്ന ചിലപ്പോൾ എനിക്ക് വ്യക്തമായി എനിക്ക് പരിശുദ്ധാത്മാവ് പ്രകാശനം നൽകും. ചിലപ്പോൾ എന്നോട് വ്യക്തമായി എന്നോട് ഇന്ന സ്ക്രിപ്ചർ പോയി വായിക്കാൻ പറയും. ഇന്ന സ്ക്രിപ്ചറിൽ അത് ഉണ്ട്, അവിടെ അതിനകത്ത് ആൻസർ ഉണ്ടാവും. അല്ലെങ്കിൽ വ്യക്തമായ ഹോളി സ്പിരിറ്റ് പറയും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു പക്ഷേ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ദൈവം എനിക്കൊരു ഞാനൊരു ചോദ്യം ദൈവത്തോട് ചോദിച്ചു. എനിക്ക് പക്ഷേ അതിനകത്ത് ആൻസർ കിട്ടണം. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക. ശരിക്കും ഇങ്ങനെ ഹൃദയം ഇങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോഴായിരിക്കും ഞാനൊരു മെസ്സേജ് കേൾക്കണത്. ആ മെസ്സേജിൽ എൻ്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടാകും. ഒരു പക്ഷേ അത് ചിലപ്പോൾ യൂട്യൂബിലെ മെസ്സേജ് ആയിരിക്കും, അല്ലെങ്കിൽ ബൈ ചാൻസിൽ ഒരു മെസ്സേജ് ആയിരിക്കും. അപ്പോഴായിരിക്കും ഒരു ദൈവദാസൻ എന്നെ ഫോൺ ചെയ്യുന്നത്, ഒരു കാര്യം പറയുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന് ഏത് രീതിയിലും സംസാരിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും അറഗൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ദൈവം ഇങ്ങനെ ഓഡിബിളായിട്ട് ഇങ്ങനെ ബേസ് ഇട്ടിട്ട് ഇങ്ങനെ സംസാരിക്കുമെന്ന് വിചാരിക്കരുത്. ആമേൻ. Somehow God will communicate with you. We have to get that communication. Hallelujah. Whatever be the way, whatever be the medium, but one thing is so sure, we must get a communication. We must get a clear instruction. Hallelujah. ഇത് ഓരോ ദിവസവും കിട്ടണം. ഓരോ ദിവസവും ഓരോ സന്ദർഭത്തിലും ഹല്ലേലൂയ കിട്ടണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ബൈബിളിൽ എഴുതിയിട്ടില്ലേ? അതായത് നീ സംസാരിക്കേണ്ട വണ്ണം സംസാരിപ്പാൻ, അല്ലെങ്കിൽ നിന്റെ നാവിൽ എൻ്റെ വചനങ്ങളെ തരും. ഹല്ലേലൂയ. ആ സമയത്ത് എങ്ങനെയാ വരിക? ഇതൊക്കെ മുന്നോട്ട് പറഞ്ഞിട്ടാണ്. ഹല്ലേലൂയ. വ്യക്തമായി തരും, വ്യക്തമായി തരും. എൻ്റെയൊക്കെ സെക്കുലർ മേഖലകളിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതായത് ഞാൻ എൻ്റെ ഡിസിപ്ലിൻ അല്ലാത്ത സയന്റിഫിക് വിഷയത്തിൽ ഒരു സെറ്റ് സയന്റിസ്റ്റും ഡോക്ടേഴ്സും ഒക്കെ ഇരിക്കുമ്പോൾ, ആ സബ്ജക്ട് എക്സ്പെർട്ട് ഇരിക്കുമ്പോൾ, തലേദിവസം തന്നെ ദൈവം എന്നോട് പറഞ്ഞു, യു പ്രിപ്പയർ യുവർ പ്രസന്റേഷൻ ഇൻ ദിസ് വേ. ആ ദൈവം പറയുന്ന സ്ലൈഡ്, ദൈവം പറയുന്ന ഇൻഫർമേഷൻ അതിനകത്ത് അവിടെ കൊടുത്തപ്പോൾ വലിയ വർഷങ്ങളായിട്ടുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സയന്റിസ്റ്റിന്റെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ചും മറിച്ചും ചോദിച്ചപ്പോഴും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പുതിയ ആശയം വെച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സബ്ജക്റ്റേ അല്ല. പക്ഷേ ദൈവത്തിന് അറിയാത്തൊരു ബുദ്ധിയില്ല. ദൈവത്തിന്റെ ബുദ്ധിയുടെ മുമ്പിൽ ഒരു മനുഷ്യന്റെ എത്ര വലിയ ബുദ്ധിക്കും ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. If you are really relying on Holy Spirit, ആ ദൈവത്തിന്റെ ആത്മാവിൽ ശരിക്കും നമ്മൾ ആമേൻ ഹല്ലേലൂയ നമ്മൾ ശരിക്കും ആശ്രയിക്കുന്നുവെങ്കിൽ
സംസാരിക്കേണ്ട വണ്ണം സംസാരിക്കുവാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം ഇതാണ്. ഹല്ലേലൂയ. ഇത് പറ്റും. പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കും. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ. ഹല്ലേലൂയ. നമുക്ക് എങ്കിൽ മാത്രമേ ആ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ആ ഈ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ കാര്യമാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 17:3 അതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇനി ആ ഇഷ്ടം എങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യണത് എന്ന് മനസ്സിലാകണമെങ്കിൽ പുറപ്പാട് പുസ്തകം 33 അധ്യായം ഒന്ന് എടുത്താട്ടെ. പുറപ്പാട് പുസ്തകം 33 അധ്യായം. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൽ മോശയും ദൈവവുമായിട്ടുള്ള ആ ഇന്ററാക്ഷൻ ഒന്ന് നമുക്കൊന്ന് വായിക്കാം. 12-13 വാക്യങ്ങൾ. മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. എങ്കിലും ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപ ഉണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുവാനിടയാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണം. മതി. ഞാൻ ഈ 13 വാക്യം ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിക്കാം. ശ്രദ്ധിച്ച് ഒന്നിരിക്കണമേ. ആ ട്രാൻസ്ലേഷനിൽ ചെറിയ പ്രശ്നമുണ്ട്. ഈ ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒന്ന് ശ്രദ്ധിച്ച് ഇരുന്നാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. Now therefore I pray you, if I have found favor in your sight, let me know your ways, that I may know you. എന്നൂടെ ഞാൻ വായിക്കുകയാണ് ആ വാക്യം. ലെറ്റ് മീ നോ യുവർ വേസ്, ദാറ്റ് ഐ മേ നോ യു. അതായത് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ചില പ്രശ്നമുണ്ട്. നിന്റെ വഴി എന്നെ അറിയിക്കണമേ. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് നിന്നെ ഒന്ന് മനസ്സിലാകാനാ. പ്രിയ ദൈവമക്കളെ, മോശ ഇവിടെ ഉപയോഗിച്ച സ്ട്രാറ്റജി അത്. മോശ എങ്ങനെ ഈ ദൈവത്തെ അറിഞ്ഞെന്നറിയാമോ? ആമേൻ. മോശയോട് ദൈവം വഴി അറിയിച്ചായിരുന്നു. ആ വഴിയിൽ മോശ നടന്നായിരുന്നു. ആ നടക്കുമ്പോഴൊക്കെ അവൻ പറഞ്ഞ മാർഗത്തിലൂടെ നടക്കുമ്പോൾ, ഹല്ലേലൂയ, കേവലം ഒരു മാർഗം മാത്രമല്ല, ആ മാർഗത്തിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ യേശുവിനെ അടുത്തറിയാൻ, നമ്മുടെ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വ്യക്തിത്വം, ദൈവത്തിന്റെ ഹല്ലേലൂയ, അവന്റെ മഹാത്മ്യം ഒന്ന് അടുത്തറിയണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വാക്ക് കേട്ട് അവന്റെ വഴിയെ നടക്കുമ്പോഴാണ് നമ്മൾ ഈ ദൈവത്തെ കൂടുതൽ അറിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നുമില്ല, ദൈവത്തിന്റെ വഴിയിട്ട് നടക്കുന്നുമില്ലെങ്കിൽ എന്താ സംഭവിക്കണേ? ദൈവത്തെ നമ്മൾ അറിയുന്നില്ല. പ്രിയ ദൈവമക്കളെ, ഇന്നു മുതൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ, ദൈവത്തിന്റെ ആ ഗൈഡൻസ് ഒന്ന് കിട്ടാൻ ഹല്ലേലൂയ, യഥാർത്ഥമായി ഒന്ന് ആഗ്രഹിക്കാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഉറപ്പായിട്ട് ദൈവം അത് പറഞ്ഞു തരും. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇത് നമ്മൾ ദൈവത്തിന്റെ അടുത്തുനിന്ന് ചോദിച്ചില്ലെങ്കിൽ, മേടിച്ചില്ലെങ്കിൽ സാത്താൻ നമ്മളെ കൺവിൻസ് ചെയ്ത് കളയും തെറ്റായ രീതിയിൽ. പത്രോസിന് അത് പറ്റാമെങ്കിൽ നമുക്ക് ആർക്ക് വേണേലും പറ്റാം. സോ ബെറ്റർ ഓപ്ഷൻ, റൈറ്റ് ഓപ്ഷൻ, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് ഇത് പറ്റുമെന്ന് മാത്രമല്ല, വൺസ് അത് ഹല്ലേലൂയ യഥാർത്ഥമായി പെർസീവ് ചെയ്തിട്ട് ആ ആക്ഷനിൽ നടക്കുമ്പോൾ, ദൈവം പറഞ്ഞതുപോലെ അത് നടക്കുമ്പോൾ, അതും പ്രാർത്ഥിക്കണം, ദൈവം എന്നെ സഹായിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നടക്കുമ്പോൾ ഒരു വലിയ കാര്യം ഇവിടെ മോശ ഇവിടെ പറഞ്ഞു തരുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ലെറ്റ് മീ നോ യുവർ വേസ്, that I may know you, so that I may find favor in your sight. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ വഴി നടക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ദൈവത്തെ അറിയുകയും ചെയ്യാം. അത് മാത്രമല്ല, ദൈവത്തിന്റെ മുമ്പിൽ അവന്റെ കരുണാ കടാക്ഷം, അവന്റെ കൃപ നമ്മുടെ മേൽ കൂടുതൽ 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 ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഹല്ലേലൂയ. ഇതൊരു കഥയല്ല. ആമേൻ.
ഇതൊരു യെസ് ഹല്ലേലൂയ ഒരു 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 ഉറപ്പില്ലാത്തൊരു സൊല്യൂഷനുമല്ല. യെസ് ആമേൻ ഹല്ലേലൂയ. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞ യെസ് ആമേൻ, സാത്താന് നമ്മളെ ഇമാതിരി തെറ്റായ രീതിയിൽ കൺവിൻസ് ചെയ്ത് ചെയ്യിപ്പിക്കാമെങ്കിൽ ആമേൻ, നമ്മുടെ ദൈവത്തിന് റൈറ്റായ രീതിയിൽ ഉറപ്പായിട്ടും കൺവിൻസ് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും പറഞ്ഞു തരാൻ പറ്റും. ഹല്ലേലൂയ. നമ്മൾ യെസ് ആമേൻ അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുക, അങ്ങനെ അത് ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുക, യെസ് അതിൽ നടക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.